മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തത്സമയം. പതിനായിരങ്ങൾ ഓരോ ദിവസവുമാണല്ലോ വിവിധ വേദികളിൽ. ആ തോതിലുള്ള പ്രചരണ രീതിയല്ലല്ലോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പ്രചരണം വളരെ കുറവാണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിയാൽ. അപ്പോൾ പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ ജനങ്ങളെത്തുന്നത്. ജനങ്ങൾ ഇതിന്റെ പിന്നിൽ ഉയർത്തിയ ആശയത്തോടുള്ള യോജിപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചണിഞ്ഞിരുന്നത്. പക്ഷേ അതിനോടുള്ള അസഹിഷ്ണുത ഈ എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി. അതോടൊപ്പം പുതിയ പ്രയോഗം മുളക് പൊടി കരുതി അത് പോലീസിന് നേരെ പ്രയോഗിക്കുക. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പിന്നെ സാധാരണ എൻ്റെ നാട്ടിൽ ഗോട്ടി എന്ന് പറയും, ഇവിടെ ഗോലി എന്നൊന്നും പറയില്ലേ? ഗോലി സാധാരണ ഞങ്ങളവിടെ ഗോട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇരുമ്പ് ഗോലിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ. ഇതെല്ലാം പോലീസ് നേരെ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. എത്രയൊരു പകയാണ് നവകേരള സദസ്സിനോട്. നവകേരള സദസ്സിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നത്? അപ്പോൾ ഇതെല്ലാം ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത്, ആ ബോർഡിൽ എന്താണ് പരിപാടി, എന്താണ്, ആരാണ് പങ്കെടുക്കുന്നത്, എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണല്ലോ. അത് നശിപ്പിക്കുക. അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതിൽ കാണേണ്ട ഒരു വസ്തുത, ജനങ്ങൾ നവകേരള സദസ്സ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത്. നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതിപത്തിയും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് തെറ്റായ നിലപാടാണ്. ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടി ഉള്ളുവെങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത്. തിരുത്തി പൊതുധാരയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നവകേരള സദസ്സിൽ ഇന്നലെ ലഭിച്ച നിവേദനങ്ങൾ ആറ്റിങ്ങൽ 6238, നെടുമങ്ങാട് 4501, ചിറയൻകീഴ് 4364, വാമനപുരം 4590. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. പരാതി പരിഹാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ചീഫ് സെക്രട്ടറി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ പരാതികളുടെ തുറന്നുള്ള നടപടികൾക്ക് ജില്ലകളിൽ കലക്ടർ മാത്രമല്ലാതെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ കൂടി അവിടെ ഡെപ്യൂട്ട് ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സമയബന്ധിതമായിട്ട് തന്നെ പരാതി പരിഹരിക്കാനാണ് നടപടികൾ എടുത്തു വരുന്നത്. ഈ പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ വിവിധ തരത്തിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ചില പരാതികൾ സാധാരണ നിലക്കുള്ള അവരുടെ ചില പ്രശ്നങ്ങൾ അറിയിക്കൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ അവരെ കൃത്യമായി അറിയിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ അകത്ത് നിലപാടുകളായി.
ചില കാര്യങ്ങളാണ് നല്ല നിലക്ക് പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളായിട്ടുള്ളത്. അത് കുറച്ച് അധികം കാണും. ആ പ്രശ്നങ്ങളിൽ നല്ല നിലക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുറേ പരിഹാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് പൂർണ്ണമായും പരിഹരിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത്. അത് പോലീസ് നോക്കിക്കോളും. പോലീസിൻ്റെ കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളും. അതല്ല, സംസ്കാരത്തിൻ്റെ പ്രശ്നമാണല്ലോ. സംസ്കാരം ഏത് തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, മോന്തായം വളഞ്ഞാൽ ഉള്ള അവസ്ഥ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന്, അതും ഒരു പൊതുപ്രവർത്തകനായിട്ട് വരുന്ന ഒരു നല്ല സംസ്കാര സമ്പന്നതയോടെ നടത്തേണ്ട രംഗമാണല്ലോ വിദ്യാർത്ഥി പ്രവർത്തനം. അങ്ങനെ ഒരാൾക്ക് ഈ നമ്മുടെ നാട് രാജ്യത്തിനും ലോകത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണല്ലോ EMS എന്ന് പറയുന്നത്. അതൊരു പാർട്ടി സ്വത്ത് മാത്രമല്ല, ഈ നാടിൻ്റെ ഒരു സന്തതിയായിട്ടല്ലേ കാണുന്നത്. ആ തരത്തിലുള്ള അഭിമാനം ആർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ അദ്ദേഹത്തിൻ്റെ ധിഷണാ വൈഭവം. അങ്ങനെയൊരു ആളെ ഈ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നത് അത് പൊതുവിൽ സംസ്കാരമാണ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലയാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ആശ്ചര്യപ്പെടുന്നില്ല ഞാൻ. ഈ നേതൃത്വം ആ രീതിയിലായിപ്പോയി. അപ്പോൾ ഇങ്ങനെ പറയുന്നതാണ് ഈ നേതൃത്വത്തിൻ്റെ കണ്ണിൽ നല്ല പിള്ളയാകാൻ നല്ലത് എന്ന ഒരു തോന്നലിലേക്ക് ആ ചെറുപ്പക്കാരെത്തുന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ കുറ്റവിചാരണ സദസ്സ് പാളിപ്പോയതും പരാജയപ്പെട്ടതും പ്രതിപക്ഷത്തിൻ്റെ നില തെറ്റിച്ചിട്ടുണ്ടോ? ഇതിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എല്ലാവരും മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതൊരു LDF പരിപാടിയല്ല, UDFിനെതിരായ പരിപാടിയല്ല, നാടിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി UDF കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ, ആ കാരണം അവർക്ക് അറിയുമെന്നറിയില്ല, ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചത്. ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ല ചെയ്തത്, നാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട്. അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുകയാണ്. നാടിന്റെ സംസ്കാരത്തിന് ചേരാത്ത പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന വിമർശനം മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു. നവകേരള സദസ്സിന് ലഭിക്കുന്ന ജനപ്രിയതയും ജനപിന്തുണയുമാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നത്. എന്ത് കാരണത്തിനാണ് പ്രതിപക്ഷം ഈ സമീപനം സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്ന് തുടങ്ങി പ്രതിപക്ഷ സമരത്തെയും ആ സമരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളോടുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.